PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 4 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം. രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതും ഓരോ ടോപ്പിക് വൈസായിട്ട്. രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്, അതും ലൈവാണ്. അപ്പോൾ 2 ലൈവും 2 റെക്കോർഡറും, അങ്ങനെ 4 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ക്ലാസ്സിന് പുറമെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള PDF കാര്യങ്ങളും ഒക്കെ ടെലഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും എടുക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പോൾസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിച്ചു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പഠിച്ചു. അവിടെ നമ്മൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയായിട്ട് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളെ തിരഞ്ഞെടുക്കുക, അല്ലെ, ദേശീയ പാർട്ടികൾ, സംസ്ഥാന പാർട്ടികൾ, അങ്ങനെയുള്ള പാർട്ടികൾ തിരഞ്ഞെടുക്കുക, അവർക്ക് ചിഹ്നം അനുവദിക്കുക, ഇതൊക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ദേശീയ പാർട്ടികൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ ദേശീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ കണ്ടതായിരുന്നു. അപ്പോൾ അത് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീണ്ടും ഇനി എടുക്കേണ്ട ആവശ്യമില്ല. സോ ആ ഒരു ടോപ്പിക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരുവാണ്. ഈ ക്ലാസ് കണ്ട് നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. വിശദമായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കണം. ഓക്കെ, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പ്രസ്താവന രീതിയിലൊക്കെ, അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിഗ്രി ലെവലിന് ചോദിച്ച 2 ചോദ്യ പേപ്പറിൽ ആദ്യ ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും വന്നിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ചോദിച്ച ഡിഗ്രി ലെവൽ പ്രിലിംസ് ആദ്യ ഘട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ്: ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയുക. അപ്പോൾ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് 2022 ഡാറ്റ പ്രകാരം എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി ആയിരുന്നു, ആം ആദ്മി പാർട്ടി. 2022 ഡാറ്റ എന്നത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ പ്രകാരമാണെങ്കിൽ 2023 ഡേറ്റ പ്രകാരമാണെങ്കിൽ ഈ ഒരു ആൻസർ വരത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്. ഇനി 2ാം ഘട്ടത്തിൽ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്: ഇന്ത്യയിലെ ദേശീയ പാർട്ടികളെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇവിടെ ഉത്തരമായിട്ട് വന്നതും ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിൽ ഇന്ന് 8 ദേശീയ പാർട്ടികളുണ്ട്. ഇതും 2022 ഡാറ്റ പ്രകാരമാണ് കേട്ടോ. 2022 ഡാറ്റ പ്രകാരമാണ്. ഇപ്പോഴത്തെ ആണെങ്കിൽ മാറ്റമുണ്ട്, അത് ഞാൻ പറയാം. ഇനി 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്: കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ പോൾ ചെയ്ത വോട്ടിന്റെ 6% ലോക്സഭയിലെ 4 അംഗങ്ങളും ആവശ്യമാണ് എന്നുള്ളത്. ദെൻ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്: നാഷണൽ പീപ്പിൾസ് പാർട്ടി ഒരു ദേശീയ പാർട്ടിയാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അത് 2022 ഡാറ്റ പ്രകാരമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? അപ്പോൾ നോക്കാം, ഞാൻ പറയാൻ പോവാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഈ പദവി ഉണ്ടല്ലോ, ഇപ്പോൾ ദേശീയ പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി എന്നൊക്കെ പറഞ്ഞ ഓരോ പദവികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പദവികളും എല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പദവികൾ തീരുമാനിക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ പ്രധാനമായിട്ടും 3 തരംതിരിച്ചിട്ടുണ്ട്. 1 ദേശീയ പാർട്ടി, 2 സംസ്ഥാന പാർട്ടി, 3 രജിസ്റ്റേർഡ് പാർട്ടി. ഓക്കെ, അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ പ്രധാനമായും 3 വേർതിരിച്ചിട്ടുണ്ട്: ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി, രജിസ്റ്റേർഡ് പാർട്ടി. എന്താണ് ഈ രജിസ്റ്റേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രജിസ്റ്റേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് പാർട്ടി എന്ന് പറയാം. ഈ രജിസ്റ്റേർഡ് പാർട്ടിയെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? അംഗീകൃത രജിസ്റ്റേർഡ് പാർട്ടി എന്നും അംഗീകൃതമല്ലാത്ത രജിസ്റ്റേർഡ് പാർട്ടി എന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, രജിസ്റ്റേർഡ് പാർട്ടിയെ നമുക്ക് അംഗീകൃത രജിസ്റ്റേർഡ് പാർട്ടി എന്നും അംഗീകൃതമല്ലാത്ത രജിസ്റ്റേർഡ് പാർട്ടി എന്നും രണ്ടായിട്ട് തിരിക്കാം. ഈ അംഗീകൃത രജിസ്റ്റേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന പാർട്ടി അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി ലഭിക്കുന്ന പാർട്ടികളാണ് അംഗീകൃത പാർട്ടി. അല്ലാത്തവയെല്ലാം അംഗീകൃതമല്ലാത്ത പാർട്ടികളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ പദവികൾ തീരുമാനിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി, രജിസ്റ്റേർഡ് പാർട്ടി. രജിസ്റ്റേർഡ് പാർട്ടി എന്താണെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് രജിസ്റ്റേർഡ് പാർട്ടി എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് പാർട്ടി രണ്ട് തരത്തിലുണ്ട്: അംഗീകൃത രജിസ്റ്റേർഡ് പാർട്ടിയും അംഗീകൃതമല്ലാത്ത രജിസ്റ്റേർഡ് പാർട്ടിയും. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ദേശീയ പാർട്ടി അല്ലെങ്കിൽ ഇങ്ങനെ സംസ്ഥാന പാർട്ടി ഇങ്ങനെ വേർതിരിക്കുന്നതിനുള്ള വ്യവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്തിലാണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവാം അല്ലെ. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളെ ദേശീയ സംസ്ഥാന പാർട്ടികളായി വേർതിരിക്കുന്നതിനുള്ള വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നത് എന്തിലാണെന്നറിയോ? 1968 തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ എന്താണ്? 1968 തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ സംവരണവും വിഹിതവും ഉത്തരവ് പ്രകാരമാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 1968 തെരഞ്ഞെടുപ്പു ചിഹ്നങ്ങൾ സംവരണവും വിഹിതവും ഉത്തരവ് പ്രകാരമാണ് ദേശീയ സംസ്ഥാന പാർട്ടികളായിട്ട് വേർതിരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകളുണ്ടല്ലോ. രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്തിലാണ്? ഇവിടെ പറഞ്ഞത് എന്താ? തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ സംവരണവും വിഹിതവും ഉത്തരവ് പ്രകാരമാണ് ദേശീയ സംസ്ഥാന പാർട്ടിയായിട്ട് വേർതിരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പറഞ്ഞിരിക്കുന്നത്. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A വ്യവസ്ഥകൾ അനുസരിച്ചിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A വ്യവസ്ഥകൾ അനുസരിച്ചിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ദേശീയ പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടിയായിട്ട് വേർതിരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പറയുന്നത് 1968 തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ സംവരണവും വിഹിതവും ഉത്തരവ് പ്രകാരമാണ്. ഇനി പാർട്ടികളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A വ്യവസ്ഥകൾ അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ദേശീയ പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി എന്ന് പറയുന്ന അംഗീകാരം ലഭിക്കണമെങ്കിൽ ചില വ്യവസ്ഥകളെല്ലാം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ദേശീയ പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാന പാർട്ടിയാണ് എന്ന അംഗീകാരം ലഭിക്കണമെങ്കിൽ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടി എന്ന അംഗീകാരം ലഭിക്കണമെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന അംഗീകാരം ലഭിക്കണമെങ്കിൽ പാലിക്കേണ്ട 3 വ്യവസ്ഥകളുണ്ട്. ആ 3 വ്യവസ്ഥകളും പാലിക്കേണ്ട, അതിലേതെങ്കിലും ഒന്ന് മതി. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യവസ്ഥ, 3 വ്യവസ്ഥകളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് പാലിച്ചു കഴിഞ്ഞാൽ ദേശീയ പാർട്ടി എന്ന് പറയുന്ന അംഗീകാരം ലഭിക്കും. ഓക്കെ, അപ്പോൾ ഒരു ദേശീയ പാർട്ടിയായി അംഗീകരിക്കുന്നതിനുള്ള 3 വ്യവസ്ഥകൾ, അതിലേതെങ്കിലും ഒന്ന് പാലിച്ചാൽ മതി. ആ 3 വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ വ്യവസ്ഥ, കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെയും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ 6% വോട്ട് വിഹിതവും കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളും ഉണ്ടായിരിക്കണം. ആ ഒരു പോയിന്റ് അല്ലേ ഇവിടുത്തെ ചോദ്യത്തിൽ കണ്ടിരിക്കുന്നത്. നോക്ക്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ പോൾ ചെയ്ത വോട്ടിന്റെ 6% ലോക്സഭയിലെ 4 അംഗങ്ങളും ആവശ്യമാണ്. ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, കണ്ടോ.
അപ്പോൾ ഒരു ദേശീയ പാർട്ടിയായിട്ട് അംഗീകാരം ലഭിക്കണമെങ്കിൽ വേണ്ട 3 വ്യവസ്ഥകളിൽ ഒരു വ്യവസ്ഥയാണ്, ഏതെങ്കിലും ഒന്ന് അംഗീകരിച്ചാൽ മതി, അതിലെ ഒരു വ്യവസ്ഥ, ആദ്യത്തെ വ്യവസ്ഥയാണ് കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ 6%. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. 4 സംസ്ഥാനങ്ങളിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ 6%വും ലോക്സഭയിലെ 4 അംഗങ്ങളും ആവശ്യമാണ് എന്നുള്ളതാണ് ആദ്യത്തെ വ്യവസ്ഥ. ഇനി രണ്ടാമത്തെ വ്യവസ്ഥ ഞാൻ പറയുവാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എല്ലാ ലോക്സഭാ സീറ്റുകളുടെയും 2% നേടുകയും, കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ സീറ്റുകളിൽ 2% നേടുകയും കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർ ഉണ്ടായിരിക്കുകയും ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. ഇതിലേതെങ്കിലും ഒന്ന് പാലിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വ്യവസ്ഥ കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെയും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ 6% വോട്ട് വിഹിതവും കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4 അംഗങ്ങളും ഉണ്ടായിരിക്കണം, 4 സീറ്റുകളും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ലഭിക്കും? ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം ലഭിക്കും. അല്ലെങ്കിൽ എന്ത് വേണം? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എല്ലാ ലോക്സഭാ സീറ്റുകളിലെയും 2% സീറ്റുകൾ നേടണം. അതുപോലെ കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർ ഉണ്ടായിരിക്കണം. ഇതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. മൂന്നാമത്തെ വ്യവസ്ഥ ഇതല്ലെങ്കിൽ അടുത്ത വ്യവസ്ഥയാണ് പറയുന്നത്. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള 3 വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പാലിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേശീയ പാർട്ടി എന്ന് പറയുന്ന ഒരു അംഗീകാരം ലഭിക്കും. ഒന്നുകൂടെ പറയാം, 3 വ്യവസ്ഥകൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആദ്യത്തെ വ്യവസ്ഥ എന്തായിരുന്നു? കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെയും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ 6% വോട്ട് വിഹിതവും കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ എന്തായിരുന്നു? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എല്ലാ ലോക്സഭാ സീറ്റുകളുടെയും 2% നേടുകയും കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ വ്യവസ്ഥ കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 3 വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് ദേശീയ പാർട്ടിയായിട്ട് അംഗീകാരം ലഭിക്കുമെന്ന് പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിപ്പോൾ ദേശീയ പാർട്ടിയുടെ കാര്യമാണ് പറഞ്ഞു. ഇനി സംസ്ഥാന പാർട്ടി എന്ന് പറയുന്ന അംഗീകാരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ 5 വ്യവസ്ഥകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് പാലിച്ചു കഴിഞ്ഞാൽ എന്ത് ലഭിക്കും? സംസ്ഥാന പാർട്ടി എന്ന് പറയുന്ന അംഗീകാരം ലഭിക്കും. അപ്പോൾ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കുന്നതിനുള്ള 5 വ്യവസ്ഥകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ വ്യവസ്ഥ, ആ സംസ്ഥാനത്ത്, ഇപ്പം ഏത് സംസ്ഥാന പാർട്ടിയായിട്ടാണോ അംഗീകരിക്കണം, ആ സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റും 6% വോട്ടും വേണം. ഓക്കെ, ഏത് സംസ്ഥാനത്തെയാണോ പാർട്ടിയായിട്ട് അംഗീകരിക്കേണ്ടത് ആ സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റും 6% വോട്ടും ഉണ്ടായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. ഇനി അത് പാലിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ വ്യവസ്ഥ എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ സംസ്ഥാനത്ത് 1 സീറ്റും 6% വോട്ടും, ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റും 6% വോട്ടും, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റും 6% വോട്ടും, അല്ലെങ്കിൽ അടുത്ത മൂന്നാമത്തെ വ്യവസ്ഥ, മൊത്തം നിയമസഭാ സീറ്റുകളുടെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. മൊത്തം നിയമസഭാ സീറ്റുകളുടെ 3% അല്ലെങ്കിൽ 3 സീറ്റുകൾ ഏതാണ് കൂടുതൽ അത് ഉണ്ടായിരിക്കണം. ഓക്കെ, മൊത്തം നിയമസഭാ സീറ്റുകളുടെ 3% പറയുന്നത് കേട്ടോ. മൊത്തം നിയമസഭാ സീറ്റുകളുടെ 3% അല്ലെങ്കിൽ 3 സീറ്റുകൾ ഏതാണോ കൂടുതൽ ഉള്ളത് അത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തേത്. നാലാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത്, ഒരു സംസ്ഥാനത്ത് നിന്നുള്ള 25 ലോക്സഭാ സീറ്റുകളിൽ 1
അല്ലെങ്കിൽ തത്തുല്യമായ ഭാഗം ഉണ്ടായിരിക്കണം. തത്തുല്യമായ ഭാഗം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്നുള്ള 25 ലോക്സഭാ സീറ്റുകളിൽ 1 അല്ലെങ്കിൽ തത്തുല്യമായ ഭാഗം ഉണ്ടായിരിക്കണം. 5ാമത്തെ വ്യവസ്ഥ, കഴിഞ്ഞ ലോക്സഭയിലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ സംസ്ഥാനമൊട്ടാകെയുള്ള 8% വോട്ട് വിഹിതം. അപ്പോൾ ലോക്സഭയിലാവാം അല്ലെങ്കിൽ നിയമസഭയിലാവാം. കഴിഞ്ഞ ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനമൊട്ടാകെയുള്ള 8% വോട്ട് വിഹിതം ഉണ്ടായിരിക്കണം. ഈ 5 വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചു കഴിഞ്ഞാൽ അവരെ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകാരം ലഭിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 5 വ്യവസ്ഥകൾ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ വ്യവസ്ഥ, ആ സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റും 6% വോട്ടും ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റും 6% വോട്ടും ഉണ്ടായിരിക്കണം. അടുത്ത 3ാമത്തെ വ്യവസ്ഥ എന്താണ്? മൊത്തം നിയമസഭാ സീറ്റുകളുടെ 3% അല്ലെങ്കിൽ 3 സീറ്റുകൾ അതിലേതാണോ കൂടുതൽ അതുണ്ടായിരിക്കണം. 4ാമത്തെ വ്യവസ്ഥ, ഒരു സംസ്ഥാനത്ത് നിന്നുള്ള 25 ലോക്സഭാ സീറ്റുകളിൽ 1 അല്ലെങ്കിൽ തത്തുല്യമായ ഭാഗം ഉണ്ടായിരിക്കണം. 5ാമത്തേത്, കഴിഞ്ഞ ലോക്സഭയിലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ സംസ്ഥാനമൊട്ടാകെയുള്ള 8% വോട്ട് വിഹിതം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകാരം ലഭിക്കുന്നതിനുള്ള 5 വ്യവസ്ഥകൾ. ഇതിലേതെങ്കിലും ഒന്ന് പാലിച്ചാൽ മതി. അത് ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ കണ്ടോ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആ വ്യവസ്ഥകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ തുടർച്ചയായിട്ട് 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കും അല്ലെങ്കിൽ തുടർച്ചയായി 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്കുമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുള്ള പദവി നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളോട് ആദ്യ ഘട്ടത്തിൽ ചോദിച്ചത് ഈ ദേശീയ പാർട്ടി എന്ന് പറയുന്ന പദവി ലഭിക്കാത്തത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ദേശീയ പാർട്ടി എന്ന് പറയുന്ന പദവി നഷ്ടപ്പെടുക? നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നുണ്ട് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് ദേശീയ പദവി നഷ്ടപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദേശീയ പാർട്ടിക്ക് അതിൻ്റെ പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടിക്ക് ആ പദവി എങ്ങനെയാണ് നഷ്ടപ്പെടുക? തുടർച്ചയായി 2 നിയമസഭാ തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ തുടർച്ചയായി 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്കുമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ, ഒരു തവണയല്ല 2 തവണ, ഓക്കെ, തുടർച്ചയായിട്ട് 2 തവണ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്കുമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? പദവി നഷ്ടപ്പെടത്തുള്ളൂ. ഓക്കെ, പദവി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? തുടർച്ചയായി 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കും തുടർച്ചയായി 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്കുമുള്ള ഏതെങ്കിലും വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്ന പദവി നഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 2022 ഡാറ്റ പ്രകാരം 8 ദേശീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ പഠിച്ചതാണ്. 8 ദേശീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെയായിരുന്നു 8 ദേശീയ പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭാരതീയ ജനതാ പാർട്ടി 2022 ഞാനിപ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം നിലവിലുള്ളത് പറയാം. ഓക്കെ, ഭാരതീയ ജനതാ പാർട്ടി, ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പിന്നെ അടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മാർക്സിസ്റ്റ്. ഓക്കെ, മാർക്സിസ്റ്റ്. ദെൻ അടുത്തത് ബഹുജൻ സമാജ് പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്? നാഷണൽ പീപ്പിൾസ് പാർട്ടി ഒരു ദേശീയ പാർട്ടിയാണ്, ശരിയാണ് അല്ലേ? നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഇനി 6ാമതായിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് കേട്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇത് 2022 കേട്ടോ പറയുന്നത്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. 7ാമതായിട്ട് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്. 8ാമതായിട്ടുണ്ടായിരുന്നത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി കേട്ടോ, നാഷണലിസ്റ്റ് കോൺഗ്രസ്
പാർട്ടി, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. ഇങ്ങനെ 8 പാർട്ടികൾക്കാണ് 2022 എന്തുണ്ടായിരുന്നത്? ദേശീയ പാർട്ടികളായിട്ട് അംഗീകാരമുണ്ടായിരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി, INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മാർക്സിസ്റ്റ് പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. എന്നാൽ ഈ 8 പാർട്ടികളിലെ 3 പാർട്ടികൾക്ക്, ഏതൊക്കെയാ 3 പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. അവസാനം പറഞ്ഞ ഈ 3 പാർട്ടികൾക്ക് 2023 ഏപ്രിൽ 10 എന്ത് നഷ്ടപ്പെട്ടു? ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു. നേരത്തെ നമ്മൾ പറഞ്ഞു നഷ്ടപ്പെടാൻ എന്താണ് വേണ്ടത്, എന്ത് ചെയ്താലാണ് ആ പദവി നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് അല്ലേ. അപ്പം അങ്ങനെ ആ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാവാം 2023 ഏപ്രിൽ 10 ഈ പറയുന്ന 3 പാർട്ടികൾക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, ഈ പറയുന്ന 3 ദേശീയ പാർട്ടികൾക്ക് ആ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു 2023 ഏപ്രിൽ 10. അതേ ദിവസം 2023 ഏപ്രിൽ 10 ആർക്ക് അംഗീകാരം കിട്ടി? ആം ആദ്മി പാർട്ടിക്ക് അംഗീകാരം കിട്ടി. ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പാർട്ടിയായിട്ടുള്ള അംഗീകാരം ലഭിച്ചത് 2023 ഏപ്രിൽ 10 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആം ആദ്മി പാർട്ടിക്ക് 2023 ഏപ്രിൽ 10 ലഭിച്ചിട്ടുണ്ട് ദേശീയ പാർട്ടി എന്ന് പറയുന്ന അംഗീകാരം. അപ്പം നിലവിൽ എത്രയായി? ഇവിടെ പോയി 3 ടോട്ടൽ 8 ഉണ്ടായിരുന്നു. അതിൽ 3 പേർക്ക് നഷ്ടപ്പെട്ടു, പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചു. അപ്പോൾ 6ാമതായിട്ട് ആര് വന്നു? ആം ആദ്മി പാർട്ടി. അപ്പം നിലവിൽ ടോട്ടലായിട്ട് ശരിക്കും എത്ര ദേശീയ പാർട്ടികളാണുള്ളത്? 6 ദേശീയ പാർട്ടികളാണുള്ളത്. ആരൊക്കെയാ? ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ബഹുജൻ സമാജ് പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ആം ആദ്മി പാർട്ടി. ഇങ്ങനെ 6 പാർട്ടികൾക്കാണ് ഇപ്പോൾ നിലവിൽ ദേശീയ പാർട്ടി പദവി ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2022 ഡേറ്റ പ്രകാരമാണോ? നിങ്ങളുടെ ചോദ്യത്തിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് ആദ്യഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ചത് എങ്ങനെയാണ്? കണ്ടില്ലേ, 2022 ഡാറ്റ പ്രകാരം. അപ്പോൾ അവിടെ രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെടാത്തത് ആം ആദ്മി ആയിരുന്നു. ബാക്കി ബഹുജൻ സമാജിനും ഭാരതീയ ജനതാ പാർട്ടിക്കും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കും ഒക്കെ എന്തുണ്ടായിരുന്നു? ദേശീയ പാർട്ടി പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 2023 ഏപ്രിൽ 10 ആർക്കൊക്കെ? നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കും ബഹുജൻ സമാജ് പാർട്ടിക്കുണ്ട്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കും പോയി ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു. ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് 2023 ഡാറ്റയാണ്. അപ്പോൾ ഇവിടെ 2022 ഡാറ്റ പ്രകാരം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഉത്തരമായിട്ട് വന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ നിലവിൽ എത്ര ദേശീയ പാർട്ടി ഉണ്ട്? 2023 ഏപ്രിൽ 10 ആം ആദ്മി പാർട്ടിയുടെ എൻട്രിയോട് കൂടിയിട്ട് 6 ദേശീയ പാർട്ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓൾറെഡി 8 ഉണ്ടായിരുന്നു, 3 പേർക്ക് നഷ്ടപ്പെട്ടു, ആം ആദ്മി പാർട്ടിക്ക് പുതിയതായിട്ട് ലഭിച്ചു. അങ്ങനെ ടോട്ടലായിട്ട് 6 ദേശീയ പാർട്ടിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് 2022 ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് വിഹിതം ഏകദേശം 12. അപ്പം ആം ആദ്മി പാർട്ടിക്ക് ഈ ഒരു ദേശീയ പാർട്ടി പദവി ലഭിച്ചത് എന്തുകൊണ്ടാണെന്നാണ് കേട്ടോ പറയുന്നത്. 2022 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് വിഹിതം എത്രയായിരുന്നു? 12%. കൂടാതെ 5 സീറ്റുകളും അവർ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടെ ഗുജറാത്തിൽ സംസ്ഥാന പാർട്ടി പദവി അവർ നേടി. പിന്നെ ഡൽഹി, പഞ്ചാബ്, ഗോവ എന്നിവിടങ്ങളിൽ ഇതിനകം തന്നെ 6% വോട്ടും 2 സീറ്റും എന്ന മാനദണ്ഡം പാലിച്ചതിനാലാണ് സംസ്ഥാന പാർട്ടി അംഗീകാരം ലഭിച്ചിരുന്നത്. ഇങ്ങനെ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകാരം ലഭിച്ചത് കൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് എന്ത് ലഭിച്ചത്? ദേശീയ പാർട്ടി പദവി സ്വന്തമായത്. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകാരം ലഭിച്ചു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേശീയ പാർട്ടിയായിട്ട് അംഗീകാരം ലഭിക്കണമെങ്കിൽ 3 വ്യവസ്ഥകൾ വേണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ പറയുന്ന വ്യവസ്ഥകളിൽ അത് പാലിച്ചത് കൊണ്ടാണ് കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ, നമ്മൾ പറഞ്ഞ 3ാമത്തെ വ്യവസ്ഥ ഓർമ്മയുണ്ടോ? കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ഉണ്ടായിരിക്കണം എന്നൊരു വ്യവസ്ഥ 3ാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്യവസ്ഥ ആര് പാലിച്ചു? ആം ആദ്മി പാർട്ടി പാലിച്ചു. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് എന്ത് ലഭിച്ചത്? ദേശീയ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു അംഗീകാരം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ലഭിച്ചത് കൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന് പറയുന്ന അംഗീകാരം ലഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ,
ഇനി കേരളത്തിലെ സംസ്ഥാന പാർട്ടി പദവിയുള്ളവർ ആരൊക്കെയാണ് അതുകൂടെ ഓർത്തിരിക്കണം കേട്ടോ. ദേശീയ പാർട്ടിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി സംസ്ഥാന പാർട്ടി പദവി ഉള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കേരളത്തിലെ സംസ്ഥാന പാർട്ടി പദവിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. 1 കേരള കോൺഗ്രസ്, 2 റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, 3 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, 4 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, 5 ജനതാദൾ സെക്യുലർ, 6 ലോക താന്ത്രിക് ജനതാദൾ. ഇങ്ങനെ 6 പാർട്ടിക്കാണ് കേരളത്തിൽ സംസ്ഥാന പാർട്ടി പദവിയുള്ളത്. കേരള കോൺഗ്രസ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ദേശീയ പാർട്ടി പദവി 2023 ഏപ്രിൽ 10 നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവർ സംസ്ഥാന പാർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, പിന്നെ ജനതാദൾ, ലോക താന്ത്രിക് ജനതാദൾ. ഓക്കെ, അപ്പം ഇങ്ങനെ 6 പാർട്ടികളാണ് കേരളത്തിൽ സംസ്ഥാന പാർട്ടി പദവി ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ദേശീയ പാർട്ടിയായിട്ട് അംഗീകാരം ലഭിക്കേണ്ട വ്യവസ്ഥകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ സംസ്ഥാന പാർട്ടിയായിട്ടുള്ളതിൻ്റെയും പഠിച്ചേക്കുക. അതുപോലെ നിലവിൽ എത്രയുണ്ട്, നിങ്ങൾ 2022 ഡേറ്റ ആണോ 2023 ആണോ എന്നുള്ളത് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു, നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പഠിച്ചേക്കുക. അപ്പോൾ ഇതുപോലെ PSC പരീക്ഷകളിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടോപ്പിക്സ് നമ്മൾ വീഡിയോസ് ചെയ്ത് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ